Dear students, welcome to English class. 8th standard. It's a poem by the great writer Victor Hugo, the great French writer. നോവലിസ്റ്റാണ്, പോയറ്റാണ്, ഡ്രാമാറ്റിസ്റ്റാണ്, നോവൽ എഴുത്തുകാരനാണ്, കവിയാണ്, നാടകകൃത്താണ്. എല്ലായ്പ്പോഴും നമുക്ക് ഓർത്തു വെക്കേണ്ട ഒരു പേര് കൂടിയാണ് വിക്ടർ ഹ്യൂഗോ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിത, മനോഹരമായ ഒരു കവിത, പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു കവിത, പ്രത്യേകിച്ചും കൃഷിയെക്കുറിച്ചുള്ള ഒരു കവിത, കർഷകനെ കുറിച്ചുള്ള ഒരു കവിത, അതാണ് ദ സോവർ. സോ SOW. നമുക്കറിയാം എന്താ വേർഡ് SEEZ കാണുക, SAW സോ കണ്ടു, SAW സോ കണ്ടു, സിയുടെ പാസ്റ്റ്. ഇത് നോക്കൂ, SOW സോ വിതയ്ക്കുക, സോവർ വൺ ഹു സോസ്, ടീച്ചർ വൺ ഹു ടീച്ചേഴ്സ്, ഡ്രൈവർ വൺ ഹു ഡ്രൈവ്സ്, ആൻഡ് സോവർ വൺ ഹു സോസ്. വിതയ്ക്കുന്നവൻ, വിതയ്ക്കുന്ന ആൾ. നോക്കൂ, കുറച്ച് വാക്ക്, 4-5 വാക്ക് നോക്കിയിട്ട് നമുക്ക് പദ്യത്തിലേക്ക് വരാം. ഇതൊക്കെയാണ് ഈ കവിതയിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ. സോ വിതയ്ക്കുക, റീപ്പ് കൊയ്യുക. എങ്കിൽ കൊയ്ത്തുകാരൻ അല്ലെങ്കിൽ കൊയ്ത്തുകാരിക്ക് വിഷമിക്കാത്ത ഇംഗ്ലീഷ് കവി വില്യം വേർഡ്സ്വർത്തിന്റെ ഒരു കവിതയാണ് ദി റീപ്പർ, ദ സോളിറ്ററി റീപ്പർ, ഏകയായ കൊയ്ത്തുകാരി. റീപ്പ് ചെയ്യുക, റീപ്പ് കൊയ്യുക, REAP. അപ്പൊ സോ വിതയ്ക്കുക, റീപ്പ്. ഇത് അതിനൊരു പ്രോവർബ് ഉണ്ട് മക്കളെ, വാട്ട് വി സോ ദാറ്റ് വി റീപ്പ് എന്ന്. എന്താണോ നാം വിതയ്ക്കുന്നത് അതാണ് നാം കൊയ്യുക. When we do good things for others, others will also do good for us. നാം മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ അവർ നമുക്കതിന് ഇരട്ടി നല്ല കാര്യങ്ങൾ ചെയ്തു തരും. സോ ആൻഡ് റീപ്പ്. അതല്ല, സപ്പോസ് വി ഡു ബാഡ് ആൻഡ് ഈവിൾ, നമ്മൾ ബാഡാണ് ചെയ്യുന്നത്, ഈവിളാണ് ചെയ്യുന്നതെങ്കിൽ, ആൻഡ് ഓഫ് കോഴ്സ് വി ക്യാൻ എക്സ്പെക്ട് മോർ ബാഡ്, ദാറ്റ് ഈസ് വേഴ്സ് ഫ്രം ദം, മോർ ഈവിൾ ഫ്രം ദം. അവരിൽ നിന്നും കുറച്ചുകൂടി രൂക്ഷമായ പ്രതികരണം, ശക്തമായ ദുഷിച്ച പ്രതികരണവും പ്രതീക്ഷിക്കാം. നോക്കൂ, സോ വിതയ്ക്കുക, റീപ്പ് കൊയ്യുക. പ്ലോ ഉഴുതുമറിക്കുക, പ്ലോ PLOUGH, പ്ലഫ് എന്നല്ല, പ്ലോ ഉഴുതുമറിക്കുക. സീഡ് എന്താണ്? വിതയ്ക്കുക, സീഡ് വിത്ത്. അത് വിത്തിന് വിളവെടുക്കുന്നതാണ് ഹാർവെസ്റ്റ്, അതാണ് വിളവെടുപ്പ് അല്ലേ. എവിടെ നമ്മൾ വിതയ്ക്കുന്നത്, എവിടെയാണ് വിതയ്ക്കുന്നത്? ഫാം, വയലിൽ. അങ്ങനെ വയലിൽ ജോലി ചെയ്യുന്ന ആളുടെ പേരെന്താണ്? ഫാമർ. ഫാം ചെയ്യുന്ന ആള്, ഫാമിൽ വർക്ക് ചെയ്യുന്ന ആള് ഫാമർ. നോക്കൂ, the zower plowing the fields, വയൽ ഉഴുതുമറിച്ചുകൊണ്ട്, sowing seeds, വിത്തുകൾ വിതച്ചുകൊണ്ട്, reaping harvest, വിളവ് കൊയ്തെടുത്തുകൊണ്ട്. The sons of the earth, that are the sons of the earth, farmers, sons of the earth, sons of the earth, that is farmers, കർഷകർ. Sons of the earth never get tired from dawn to dusk. From dawn, ഉഷസ്. dawn എന്താണ്? ഉഷസ്. to dusk, dusk എന്താണ്? സന്ധ്യ. ഉഷസ് മുതൽ സന്ധ്യ വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ, they continuously work. അവർ തുടർച്ചയായി ജോലി ചെയ്യുന്നു. But they don't become tired. പക്ഷേ അവർ ക്ഷീണിതരാകാറില്ല. ആര്? കർഷകർ. The poem and explore this concept. ഈ കവിത, ഈ ആശയത്തെ, കോൺസെപ്റ്റ്, CONCEPT, concept means idea. Idea means ആശയം. ഈ ആശയത്തിൽ ഊന്നിയതാണ് ഈ കവിത. So what is the concept of this poem? What is the idea of this poem? What is the theme of this poem? The farmer. The farmer who works in the farm from morning to evening, from dawn to dusk. ഉഷസ് മുതൽ സന്ധ്യ വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ, കാലത്ത് മുതൽ വൈകുന്നേരം വരെ വയലിൽ ജോലി ചെയ്യുന്ന poor farmer. He works and works and works. That's why we can eat and eat and eat. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത്. നോക്കൂ, sitting in a porchway, cool, face the ruddy sunlight, fast twilight hastens on to rule,
working hours are well nigh past. വരികളിലേക്ക് നോക്കൂ. സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ കോർ. നമ്മൾ പോർച്ച് വേ, പോർട്ടിക്കോ, നമ്മുടെ വീടിന്റെ വരാന്തയിൽ അല്ലെങ്കിൽ മുറ്റത്തേക്ക് നീട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗം, അവിടെ തണലത്തിരുന്നു കൊണ്ട് നോക്കുമ്പോൾ, നോക്കൂ, സിറ്റിംഗ് ഇൻ ദ പോർച്ച് വേ കോർ, ശാന്തമായിരുന്നു കൊണ്ട് തണലത്തിരുന്നു കൊണ്ട് നോക്കുമ്പോൾ, ഫേസ് ദ റെഡ്ഡീസ് ലൈറ്റ് ഫാസ്റ്റ്, അപ്പോൾ ഞാൻ കാണുന്നു സൂര്യപ്രകാശം മങ്ങി മങ്ങി ഇല്ലാതാവുന്നത്. സോ ദ സൺ ഈസ് ഗോയിങ് ടു സെറ്റ്, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. ആൻഡ് ഫെയ്ഡ്, ഫെയ്ഡ് മങ്ങുക. ഫെയ്ഡ് വാക്കിനർത്ഥം എന്താണ്? ഫെയ്ഡ് മീൻസ് മങ്ങുക. ഫെയ്ഡ്സ് റെഡി സൺലൈറ്റ് ഫാസ്റ്റ്, മങ്ങിയ സൂര്യപ്രകാശം അതിവേഗം. ആൻഡ് സെറ്റിംഗ് ഓഫ് ദ സൺ ആൻഡ് ദ റൈസിംഗ് ഓഫ് ദ സൺ. സൂര്യ അസ്തമയം നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാനാവില്ല, സോറി ഉദയം, പക്ഷെ അസ്തമയം നമുക്ക് നോക്കി നിൽക്കാനാവും. അതിനത്രത്തോളം കടുത്ത പ്രകാശരശ്മികൾ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് അത് അതിവേഗത്തിൽ കടലിൽ മറയുന്നതായിട്ട് നമുക്ക് തോന്നും. ആൻഡ് ടു ലൈറ്റ്, എന്താണ് ടു ലൈറ്റ്? ടു ലൈറ്റ് മീൻസ് the light of the setting sun, light of the setting sun. എന്താണ്? അസ്തമയ സൂര്യന്റെ പ്രകാശം, അതാണ് സെറ്റിംഗ് സൺ. ടു ലൈറ്റ്, പോക്കുവെയിൽ, മലയാളത്തിലെ പ്രയോഗം തന്നെയാണ് പോക്കുവെയിൽ. വെയിൽ പോയി, അങ്ങനെ തീരുന്ന വെയിൽ. സിറ്റിംഗ് ഇൻ ദ പോർച്ച് വേ കോൾ, എന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ശാന്തനായി, കൂൾ, തണുത്ത തണലത്തിരുന്നു കൊണ്ട് ഞാൻ കാണുന്നു ഫേസ് സൺലൈറ്റ് ഫാസ്റ്റ്, അസ്തമയ സൂര്യൻ അങ്ങ് കടലിൽ താണു താണു പോകുന്നു. ടു ലൈറ്റ് ഹേസ്റ്റൻസ്, ഹേസ്റ്റൻ തിരക്ക് കൂട്ടുക. ഹേസ്റ്റൻ HASTN മീൻസ് ക്യുക്കൺ, മീൻസ് തിരക്ക് കൂട്ടുക, തിരക്ക് കൂട്ടുക. തിരക്ക് കൂട്ടിക്കൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത്. എവിടെയോ പോകാനുള്ള ധൃതിയിലെന്ന വണ്ണം. വർക്കിംഗ് അവേഴ്സ് ആർ വെൽ നൈ പാസ്റ്റ്, അതോടുകൂടി കർഷകന്റെ പ്രവർത്തന സമയം തീരുകയാണ്. സോ വെൻ ദ സൺ ബിഗിൻസ് ടു റൈസ്, എപ്പോഴാണോ സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നത്, ദ ഫാർമർ ബിഗിൻസ് ടു വർക്ക്. വെൻ ദ സൺ സെറ്റ്സ്, എപ്പോഴാണോ സൂര്യൻ അസ്തമിക്കുന്നത്, ദ ഫാർമർ എൻഡ്സ് ഹിസ് വർക്ക്. സോ ഇൻ ദ ഡേ ടൈം, under the sunlight, that poor man works and works. ആ പാവം മനുഷ്യൻ കാലത്ത് മുതൽ, പ്രഭാതം മുതൽ പ്രദോഷം വരെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പാടത്ത്. എന്താ ചെയ്യുന്നത് നോക്കും. ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ്, അതിനിടയിൽ കിഴക്കുദിച്ചപ്പോൾ സൂര്യന്റെ നിഴലൊക്കെ, സൂര്യന്റെ പകർത്തിയ മരങ്ങളുടെ നിഴലൊക്കെ ഈ ഭാഗത്തായിരുന്നു. മുകളിലെത്തിയപ്പോഴും നിഴലില്ല, പടിഞ്ഞാറ് എത്തിയപ്പോഴും നിഴലൊക്കെ ആ ഭാഗത്താണ്. ഇങ്ങനെ ഷെയ്ഡുകളെ മാറ്റിക്കൊണ്ട്, സോ ദ സൺ മൂവ്സ് ദ ലൈൻസ്. ഒരിക്കൽ കൂടിയ വരികള്, ഷേഡോസ് ഷൂട്ട്, അതാണ് മാഷ് പറഞ്ഞത്, ഷേഡോസ് ഷൂട്ട് ചെയ്ത് വെച്ചു. നിഴലുകളാണ് അവിടെ മാറുന്നത്. അക്രോസ് ദ ലാൻഡ്, while in the morning the shadows is, or shadow is in the west side, but at evening the shadows at the east side. അങ്ങനെ മാറിക്കൊണ്ട് ക്രോസ് ദ ലാൻഡ്, ഭൂമിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ട് ദ സൺ മൂവ്സ്, കണ്ടോ സൂര്യൻ നീങ്ങുന്നു. ബട്ട് വൺ സോവർ, പക്ഷെ ഒരു കൊയ്ത്തുകാരൻ, ലിംഗേഴ്സ്, ഇപ്പോഴും ലിംഗർ, റിമെയിൻ, അവിടെ തന്നെ നിൽക്കുന്നു. റിമെയിൻ മീൻസ് അവശേഷിക്കുക. ഒരാൾ ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നു, ഒരാൾ പോയിട്ടില്ല, സൂര്യനും പോയി. സ്റ്റിൽ, സ്റ്റിൽ, ഇവിടെ അർത്ഥം ഇപ്പോഴും മീൻസ് യെറ്റ്, ഇനിയും, ഇനിയും അയാൾ അവിടുന്ന് പോയിട്ടില്ല.
പിന്നെ സോവർ വിതയ്ക്കുന്ന ആള് എങ്ങനെയുള്ള ആളെ നോക്കൂ. ഓൾഡ്, ദ പുവർ മാൻ, ഓൾഡ്, വൃദ്ധനാണ്, ഓൾഡ്. അതിനെന്താ കൊടുക്കുക? അതിന് ന്യൂ എന്ന് എഴുതിയൊക്കെയല്ലേ കണ്ട വായിക്കാണ് മാഷ്. അത് പഴയത് പുതിയത്. വയസ്സ് വരുമ്പോഴെന്താണ് ഓൾഡിനൊപ്പം എന്ത് കൊടുക്കും? യങ്. എന്നിട്ട് വസ്തു വന്ന സമയത്ത് എന്ത് കൊടുക്കാം? ഓൾഡ് ബുക്ക്, ന്യൂ ബുക്ക്. കണ്ട, അതാണ് വ്യത്യാസം. ഓൾഡ് വൃദ്ധനാണ്. ഇൻ റാഗ്സ്, റാഗ് കണ്ട, റാഗ് ഓൾഡ് ക്ലോത്ത്, പഴന്തുണി, പഴയ തുണി, പഴയ വസ്ത്രം ആണ് റാഗ്സ്. പഴന്തുണിയാണ് ധരിച്ചിരിക്കുന്നത്, പാവമാണ്. ബി പേഷ്യന്റ് കണ്ട, പേഷ്യന്റ് അഡ്ജക്റ്റീവാണ്, ക്ഷമയുള്ള. നിങ്ങളത് നൗണാണെങ്കിൽ എന്തർത്ഥം കിട്ടും? രോഗി. പേഷ്യന്റ് നൗണാണെങ്കിൽ രോഗി എന്ന് കിട്ടും. നീ അഡ്ജക്റ്റീവിന് രണ്ടൊന്ന് പ്രയോഗങ്ങളുണ്ട്, കണ്ടോളൂ. പേഷ്യന്റ്, പേഷ്യൻസ്, അപ്പോഴാണ് നൗൺ എന്ന് കിട്ടുന്നത്. ക്ഷമ, ഓപ്പോസിറ്റ് ഇംപേഷ്യൻസ്, മീൻസ് അക്ഷമ. കണ്ട, പേഷ്യൻസ് ക്ഷമ, ഇംപേഷ്യൻസ് അക്ഷമ. അതിൽ നമുക്ക് എന്താ എടുക്കാം? പേഷ്യൻസ് എന്ന വാക്കിൽ നിന്ന് പേഷ്യന്റ് ക്ഷമയുള്ള. അപ്പോൾ ഇവിടെ എന്താ ഓപ്പോസിറ്റ് കിട്ടും? ഇംപേഷ്യന്റ് അക്ഷമയുള്ള. ഇനി പേഷ്യൻസിൽ നിന്നും നമുക്ക് പേഷ്യന്റ് ഉണ്ടാക്കി അതേമാതിരി പേഷ്യന്റ്ലി മീൻസ് വിത്ത് പേഷ്യൻസ്, ക്ഷമയോടെ ആണ്. ഹി വെയിറ്റഡ് ദ പേഷ്യന്റ്ലി, രോഗിയായിട്ട് കാത്തുന്നല്ല, ക്ഷമയോടെ കാത്തുന്നു എന്നാണ് അർത്ഥം. രോഗിക്ക് ഇവിടെ ഭർത്താവ് കഴിഞ്ഞത് പോയി, അത് വിട്ടേച്ചു. ഇവിടെ പേഷ്യൻസ് എന്ന വാക്ക് പലതരത്തിൽ പഠിക്കാണ്ട്. പേഷ്യൻസ് ക്ഷമ, ഇംപേഷ്യൻസ് അക്ഷമ. പേഷ്യന്റ്ലി ക്ഷമയോടെ, ഇംപേഷ്യന്റ്ലി അക്ഷമയോടെ. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഓപ്പോസിറ്റ് ഇംപേഷ്യൻസ്. പേഷ്യന്റ്, ഇംപേഷ്യന്റ്, പേഷ്യൻസ്, ഇംപേഷ്യൻസ്, പേഷ്യന്റ്ലി, ഇംപേഷ്യന്റ്ലി. അത്രയും ഭാഗമാണ് ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. ഓൾ ഇൻ റാഗ്സ് ഹി പേഷ്യന്റ് സ്റ്റാൻഡ്സ്. ധൃതിയൊന്നുമില്ല, വളരെ ക്ഷമയോടുകൂടി ഇപ്പോഴായാൽ വയൽ നിൽക്കാൻ നിൽക്കും. ഇതൊക്കെയാണ് കണ്ടോ, ലുക്കിംഗ് ഓൺ, മുന്നോട്ട് നോക്കിക്കൊണ്ട്. ഹി ഹാസ് ടു കംപ്ലീറ്റ് ഇറ്റ്. അതാണ് അയാളുടെ ആ പ്രവൃത്തിയുടെ മഹത്വം. എവരിബഡി ഹാസ് ഗോൺ, എല്ലാവരും പോയി. ഈവൻ ദ സൺ ഹാസ് ഗോൺ, സൂര്യനും പോയി. ബട്ട് ഹി സ്റ്റിൽ സ്റ്റാൻഡ്സ് ദർ. അദ്ദേഹം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. സ്റ്റാൻഡ്സ്, ലുക്കിംഗ് ഓൺ. ഐ ഫീൽ എ ത്രിൽ. ഓ, അയാളെ കാണുമ്പോൾ തന്നെ എന്തൊരു ആവേശമാണ്. സച്ച് പീപ്പിൾ, സച്ച് വർക്കേഴ്സ്, സച്ച് ഫാർമേഴ്സ് ആർ ദി റിസോഴ്സസ് ഓഫ് ദിസ് എർത്ത്. നമ്മുടെ ഭൂമിയുടെ ഒരു ശക്തിയുടെ സംഭരണിയാണ് അവര്. ദേ മേക്ക് us eat. അവരാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്. ദേ വർക്ക് ഇൻ ദ ഫീൽഡ്.